പാലക്കാട്ട് വൃദ്ധയെ തള്ളിയിട്ട് മാല കവർന്ന പ്രതി പിടിയിൽ. മലപ്പുറം സ്വദേശി യൂസഫാണ് പിടിയിലായത്. കുത്തന്നൂർ സ്വദേശി അമ്മിണിയമ്മയുടെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടമായത്. അമ്മിണിയമ്മയുടെ മാല കവർന്ന പിടിച്ചുപറി സംഘത്തെപ്പറ്റിയുള്ള വാർത്ത 24 അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുകയാണല്ലോ, വിവരങ്ങൾ. അനുജ, തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന വാർത്തയാണ്. കാരണം 12 ദിവസമായി മാല നഷ്ടമായിട്ട്. അമ്മിണി അമ്മയുടെ വേദന നമ്മൾ കേട്ടതാണ്, നമ്മൾ ലോകത്തെ കാണിച്ചതാണ്. അവർ വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മാലയാണ്. താൻ കിട്ടിയതൊക്കെ സ്വരുക്കൂട്ടി വെച്ച് വാങ്ങിയൊരു മാലയാണ് എന്നാണ് അമ്മ പറഞ്ഞത്. അത് അവരൊറ്റയ്ക്കാണ് താമസം. മക്കളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ മറ്റ് പലയിടങ്ങളിലുമാണ്. ഇവരുടെ വീട്ടിൽ ഇവരൊറ്റയ്ക്കാണ് താമസം. ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെ അതിന്റെ കില്ലകൾ ഇങ്ങനെ പെറുക്കുമ്പോഴാണ് 2 പേർ ബൈക്കിലെത്തുകയും അമ്മിണി അമ്മയെ തള്ളിയിട്ട ശേഷം ഈ മാല പറിച്ചുകൊണ്ട് പോകുന്നത്. തൊട്ടു പിന്നാലെ ഇതിനെ പിന്തുടർന്ന് ചെന്നൊരു പ്രദേശവാസിയുടെ കണ്ണിൽ മുളക് പൊടി വിതറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മോഷണ സംഘം കടന്നു കളഞ്ഞത്. പോലീസ് വളരെ വിദഗ്ധമായി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള യൂസഫ് ആണ് പ്രതി. ഇയാൾ 100-ലധികം മോഷണ കേസുകളിലെ പ്രതിയാണ്. ഈ മാസം മാത്രം 10ഓളം കവർച്ചകളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. അതായത് വളരെ വിദഗ്ധനായ ഒരു മാല മോഷ്ടാവാണ്. പതിവായി ഇതാണ് പ്രതിയുടെ രീതി. അതായത് പ്രായമായ സ്ത്രീകളെയും മറ്റും കണ്ടെത്തുക, അവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവരുടെ മാല കവരുക എന്നുള്ളതാണ് പ്രതിയുടെ രീതി. എന്തായാലും ഇയാൾക്ക് സഹായിയായി നിന്ന മറ്റൊരാൾ കൂടി ഉണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഇതിനോടകം തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അനുജ, 24 പുറത്തു കൊണ്ടുവന്ന വാർത്ത. ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. പാലക്കാട്ട് വൃദ്ധയെ തള്ളിയിട്ട് മാല കവർന്ന പ്രതി പിടിയിലായിരിക്കുന്നു. മലപ്പുറം സ്വദേശി യൂസഫാണ് പിടിയിലായത്. കുത്തന്നൂർ സ്വദേശി അമ്മിണിയമ്മയുടെ 3 പവൻ തൂക്കം വരുന്ന മാല നഷ്ടമായത് എങ്ങനെയാണ് എന്നത് വിശദമായി തന്നെ 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നു. ഇയാൾ ഈ തരത്തിലേക്ക് സ്ഥിരമായി മോഷണം നടത്തുന്നയാളാണ് എന്നതാണ് പോലീസ് അറിയിച്ചത്. ഇടവേള. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.